ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എൻ്റെ എല്ലാ പ്രിയ സഹോദരങ്ങളും സന്തോഷത്തോടു കൂടി ആയിരിക്കുന്നുവെന്ന് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു. എല്ലാ ദിവസവും ധ്യാനിക്കുന്ന പോലെ ഒരു തിരുവചനത്തിലേക്ക് നമുക്ക് നേരിട്ട് പ്രവേശിക്കാം. 2 കൊരിന്ത്യർക്കെതിരെ ലേഖനം 9-ാം അധ്യായം അതിൻ്റെ 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ വായിക്കുന്നത് ശ്രദ്ധയോടെ കേൾപ്പിൻ. ഇന്ന് പകൽക്കാലം എത്ര പേർ വിശ്വസിക്കുന്നുണ്ട് ഒരു കൊയ്ത്ത് എനിക്കായി ദൈവം മാറ്റിവെച്ചിട്ടുണ്ട്? ഒരു കൊയ്ത്തിൻ്റെ അനുഭവം എൻ്റെ ജീവിതത്തിൽ ദൈവം ചെയ്യുന്നുണ്ട്. എവിടെയൊക്കെ എനിക്കായി ചില പുതിയ വാതിലുകൾ ദൈവം തുറന്നിടുന്നുണ്ട്. ഹല്ലേലൂയ. ആരൊക്കെ അടച്ചു എന്ന് പറഞ്ഞ് ഇനി ഒരിക്കലും തുറക്കത്തില്ലെന്നൊക്കെ പറഞ്ഞ് ആമേൻ വെച്ചിരുന്ന ചില വാതിലുകൾ ദൈവം എനിക്കായി തുറക്കുന്നു എന്ന വിശ്വാസത്തോടെ ഈ തുടക്ക സമയത്ത് എത്ര പേർ വിശ്വസിച്ച് ആമേൻ പറയും? ഇന്ന് പകൽക്കാലം ഞാൻ ആത്മാവിൽ പ്രവചിച്ചു പറയുന്നു, നിങ്ങളുടെ അടഞ്ഞു കിടക്കുന്ന ചില വാതിലുകൾ, നിങ്ങളുടെ അടഞ്ഞു കിടക്കുന്ന ചില നന്മകൾ ഈ ദിവസങ്ങൾ തുറന്നു വരട്ടെ. ചില കൊയ്ത്തിന്റെ അനുഭവത്തിലേക്ക് പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലവും നിങ്ങളെ കൈപിടിച്ച് ഉയർത്തട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വചനം നിങ്ങളുടെ മുമ്പിലേക്ക് സമർപ്പിക്കുന്നു. 2 കൊരിന്ത്യർ 9-ന്റെ 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. എന്നാൽ ലോപമായി വിതയ്ക്കുന്നവൻ ലോപമായി കൊയ്യും, ധാരാളമായി വിതയ്ക്കുന്നവൻ ധാരാളമായി കൊയ്യും എന്ന് ഓർത്തുകൊള്ളുവിൻ. അവനവൻ ഹൃദയത്തിൽ നിശ്ചയിച്ചതുപോലെ കൊടുക്കട്ടെ. സങ്കടത്തോട് അരുത്, നിർബന്ധത്താലും അരുത്. സന്തോഷത്തോട് കൊടുക്കുന്നവനെ ദൈവം സ്നേഹിക്കുന്നു. നിങ്ങൾ സകലത്തിലും എപ്പോഴും പൂർണ്ണ തൃപ്തിയുള്ളവരായി സകല സൽപ്രവൃത്തിയിലും പെരുകി വരുമാറ് നിങ്ങളിൽ സകല കൃപയും പെരുക്കുവാൻ ദൈവം ശക്തനാകുന്നു. അവൻ വാരി വിതറി ദരിദ്രന്മാർക്ക് കൊടുക്കുന്നു, അവന്റെ നീതി എന്നേക്കും നിലനിൽക്കുന്നു. ഇന്ന് പകൽക്കാലം എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? അവൻ ലോപമായി വിതയ്ക്കുന്നവൻ ലോപമായി കൊയ്യും, ലാഭമായി വിതയ്ക്കുന്നവൻ അവൻ ധാരാളമായി വിതയ്ക്കുന്നവൻ ധാരാളമായി കൊയ്യും. അവൻ ഒരിക്കലും ദൈവരാജ്യത്തിൽ ഒരു നന്മ ചെയ്യാമെന്ന് ആരെങ്കിലും ഏറ്റിട്ടുണ്ടെങ്കിൽ, പരിശുദ്ധാത്മാവ് നിങ്ങളോട് വ്യക്തിപരമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അത് നിങ്ങൾ ഒരിക്കലും മാനുഷികമായിട്ടുള്ള ചിന്തകളിൽ നിർത്തരുത്. ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിനോ ദൈവദാസന്മാർക്കോ സഭയ്ക്കോ വ്യക്തികൾക്കോ നിങ്ങളൊരു നന്മ ചെയ്യുന്നുണ്ടെങ്കിൽ, ആ നന്മ ദൈവം പറഞ്ഞിട്ടാണ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ചെയ്യാൻ ബാധ്യസ്ഥരാണ്. ഒരു ദിവസം നമ്മൾ കണക്ക് കൊടുക്കേണ്ടി വരും. നമ്മൾ വളരെ വ്യക്തമായിട്ടും ആലോചിച്ചിട്ടാണ് ഒരു വ്യക്തിയെ സഹായിക്കുന്നത്, ഒരു വ്യക്തിക്ക് സുവിശേഷത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ദാനകർമ്മം ചെയ്യുന്നത്. ഇവിടെ ഇതാ വളരെ വ്യക്തമായി പറയുന്നു. എന്താണ് ഇതാ? ദൈവത്തിന്റെ വചനത്തെ ലോപമായി വിതയ്ക്കുന്നവൻ ലോപമായി തന്നെ കൊയ്യും. ആമേൻ. ദൈവത്തിന്റെ വചനത്തെ ധാരാളമായി വിതയ്ക്കുന്നവൻ ധാരാളമായി തന്നെ കൊയ്യും. എന്നിട്ട് ഇവിടെ ഇതാ വളരെ വ്യക്തമായി പൗലോസ് കൊരിന്ത് സഭയോട് വിളിച്ചു പറയുന്നു. ആമേൻ. ഹല്ലേലൂയ. അവനവൻ ഹൃദയത്തിൽ നിശ്ചയിച്ചത് എന്ത് ചെയ്യണം? കൊടുക്കട്ടെ. ദൈവം നമ്മളോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു ദൈവദാസന് എന്തെങ്കിലും ഒരു നന്മ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അത് ഏത് വ്യക്തികൾ നമ്മളോട് പറഞ്ഞാലും പറഞ്ഞില്ലേലും കഴുത്തറ്റുപോയാലും ദൈവം എന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഞാൻ ദൈവനീതി കൊണ്ട് തന്നെ ചെയ്യും. എന്നിട്ട് പറയുന്നു, സങ്കടത്തോടെ അരുത്, നിർബന്ധത്താലും അരുത്. ദൈവത്തിന് കൊടുക്കുമ്പോൾ അത് സന്തോഷത്തോട് കൊടുക്കണം. ദൈവത്തിന് വിതയ്ക്കുമ്പോൾ അത് സന്തോഷത്തോടെ വിതയ്ക്കണം. ദൈവവചനം വിതയ്ക്കുന്നവർക്ക് നമ്മൾ എന്ത് ചെയ്യണം? വളവും കൂറും വെള്ളവും കൊടുക്കണം. എങ്കിലേ ആ വിത വളർന്നു വരത്തുള്ളൂ, എങ്കിലേ അതിൽ നിന്നൊരു കൊയ്ത്ത് നമുക്ക് അനുഭവിക്കാൻ കഴിയത്തുള്ളൂ. ഇന്ന് നമ്മൾ മാനുഷികമായ തലത്തിൽ ഒന്നും ചിന്തിച്ചാൽ ചിലപ്പോൾ സംഭവിച്ചെന്ന് വരത്തില്ല. പക്ഷെ ഒരു ദിവസം ആ ദൈവത്തിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ നിങ്ങൾ വിതച്ചതിന് നിത്യമായും നിത്യജീവനെ കൊയ്യുക തന്നെ ചെയ്യും. ഇവിടെ ഇതാ ലോപമായി വിതയ്ക്കുന്നവൻ ലോപമായി കൊയ്യുന്നു, ധാരാളമായി വിതയ്ക്കുന്നവൻ ധാരാളമായി കൊയ്യുകയാണ്. പൂർണ്ണ തൃപ്തിയുള്ളവരായി നമ്മുടെ ഹൃദയത്തിൽ ഒരിക്കലും ഒരു കളങ്കമില്ലാതെ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്ന, മറ്റുള്ളവർക്ക് സഹായം ചെയ്യുന്ന, മറ്റുള്ളവർക്ക് ദൈവവചനം സത്യസന്ധമായി വിളിച്ചു പറയുന്നവരായി തീരുവാൻ സ്വർഗം ഇടവരുത്തട്ടെ. എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഉപായത്താൽ എന്തെങ്കിലും പറ്റിച്ചെടുക്കുന്നവരായിട്ടല്ല. നിത്യമായ വചനം സത്യമായ വചനം അതിനെ സത്യസന്ധമായി വിതച്ച് അതിൽ നിന്നും ധാരാളം കൊയ്യുന്ന ഒരു അനുഭവം ഈ ദിവസങ്ങളിൽ എനിക്കും നിങ്ങൾക്കും ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽക്കാലം എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? നീ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. നീ വിതയ്ക്കുന്നത് എന്താണോ? നീ വിതയ്ക്കുന്നത് തിന്മയാണെങ്കിൽ ആ തിന്മ തന്നെയാണ് കൊയ്യുവാൻ പോകുന്നത്. നന്മയാണ് വിതയ്ക്കുന്നുണ്ടെങ്കിൽ ആ നന്മ തന്നെ നീ കൊയ്യുക മാത്രമല്ല, ആ കൊയ്ത്ത് നീ അനുഭവിക്കുക കൂടി ചെയ്യും. ഇന്ന് ഈ പകൽക്കാലം ഞാൻ ആത്മാവിൽ പ്രവചിച്ചു വിളിച്ചു പറയുന്നു, മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്നവരായി മടുത്തുപോകാതെ ചെയ്യുന്നവരായി തീരുവാൻ നിങ്ങൾ ഓരോരുത്തരും ആഹ്വാനം ചെയ്തുകൊണ്ട് നിർത്തുന്നു. God bless you. Jesus loves you. God be with you.